ഹലോ നമസ്കാരം. ഇന്ന് 2 ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. ആദ്യത്തേത് ആഗ്നസിനും രണ്ടാമത്തേത് അനുവിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ആഗ്നസിന് ഒരു സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ച് കിട്ടിയത് വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. ആ ഗിഫ്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്നത്. താഴെ കേക്ക് കൊടുക്കാൻ പോയിട്ട് ഋതു വരുന്നത് ഈ ഒരു ഗിഫ്റ്റുമായിട്ടാണ്. ഇത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആവില്ലല്ലോ. നമ്മുടെ ലോഗോ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ വളരെ കൈൻഡായിട്ടുള്ള വളരെ സ്നേഹത്തോടെയുള്ള കുറച്ച് വേർഡ്സും എഴുതിയിട്ടുള്ള ഒരു കാർഡ്. ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടുമ്പോൾ കരച്ചിൽ വരാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷവും അതിൻ്റെ ഒപ്പം ചെറുതായിട്ട് കണ്ണ് നനയും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വികാര ജീവിയാണ്. ആരോ എവിടെയോ ഇരുന്നിട്ട് ആർക്കോ വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുക, കേക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കണ്ണ് നിറയുക. അതേപോലെ എനിക്ക് പരിചയമൊന്നുമില്ലാത്ത ആരുടെയെങ്കിലുമൊക്കെ സങ്കടമുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു സങ്കടത്തിൽ മുഴുകി അങ്ങോട്ട് ജീവിക്കുക. ഇങ്ങനെ ഒരു വികാരജീവിക്ക് വേണ്ട എല്ലാ ട്രേറ്റ്സും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വികാരജീവിയാണ് കേട്ടോ ഞാൻ. സംഭവം എന്താ വെച്ചാൽ എല്ലാം മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് എടുക്കുക. എല്ലാം അങ്ങനെ ഒന്നും നിസ്സാരമായിട്ട് ഞാൻ കണക്കാക്കാറില്ല. ഇപ്പൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സില്ലിയായിട്ട് കണക്കാക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലത്ര സക്സസ്ഫുള്ളായി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ വികാരജീവിതരം കൊണ്ട് സങ്കടവും സ്നേഹവും അത് മാത്രമല്ല ദേഷ്യവും അതേപോലെ തന്നെ വരും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദേഷ്യം അടക്കി വെച്ചിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുക, ഇതൊന്നും നടക്കണ കാര്യമില്ല എനിക്കൊന്നും. അപ്പോൾ അതങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ വേണ്ടായിരുന്നു, ഒന്ന് സംയമനം പാലിക്കായിരുന്നു. പിന്നെയുള്ള അങ്ങോട്ടേക്ക് കുറ്റബോധമാണ്, വേണ്ട അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒക്കെ. പക്ഷെ ചെയ്തു പോയി, അതൊക്കെ ആ സമയത്ത് കഴിഞ്ഞു. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിൽപ്പെട്ട ജീവികൾക്ക്. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈനില്ലേ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും വേറെ ഒന്ന് മാറ്റി ചെയ്യേണ്ട കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തു. പിന്നെ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കിട്ടുന്നത്, ഇതുപോലെ ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഏതൊക്കെയോ വഴി കൂടെ നമ്മളിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേമാതിരി ഉണ്ടല്ലോ എന്നോട് സോൾഡി, ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ കുറേ കാലമായിട്ട് കേക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇങ്ങനെ ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദുബായിൽ നിന്ന് വരികയാണ്. കേക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു ദീപയ്ക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്. ഈ ദീപയ്ക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? ആ ചോദ്യം തന്നെയല്ലേ ഏറ്റവും വലുത്. അതുപോലെ തന്നെ പത്മജ പാലക്കാട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എറണാകുളം വരുമ്പോൾ എനിക്ക് എന്താണ് കേക്ക് വേണം. ഒരു പ്രാവശ്യം കേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോഴും എന്നോട് ചോദിച്ചു ദീപയ്ക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടതെന്ന്. അയ്യോ, ഞാൻ എന്താ ഇതിനൊക്കെ പറയുക.